എല്ലായ്പ്പോഴും അവസരങ്ങൾ നമ്മളെ തേടിയെത്തില്ല. എന്നാൽ വരുന്ന അവസരങ്ങൾ പ്രായോഗികമായി നമുക്ക് മുതലെടുക്കാൻ സാധിക്കണം. എല്ലാ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ പ്രയോജനകരമായി മുതലെടുക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് വിജയം കരസ്ഥമാക്കാൻ കഴിയുക. ഇതിലേറ്റവും നല്ല ഉദാഹരണം 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രാജ്യമെങ്ങും വമ്പിച്ച പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നു. ജയപ്രകാശ് നാരായണൻ, വാജ്പേയി, LK അദ്വാനി തുടങ്ങിയിട്ടുള്ള അന്നത്തെ നേതാക്കന്മാർ പലരും സമരത്തിൽ പങ്കെടുക്കുന്നു. പിന്നീട് 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഉള്ള മറ്റു കക്ഷികളെല്ലാം ചേർന്ന്, പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്ന് ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ചയാണ്. ഇന്ദിരാഗാന്ധി അങ്ങേയറ്റം വെറുക്കപ്പെടുന്ന ഒരു ഉരുക്കു വനിതയിൽ നിന്ന് അങ്ങേയറ്റം വളരെ മോശമായ, വളരെ പതനാവസ്ഥയിൽ കഴിയുന്ന ഒരു സ്ത്രീയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ബീഹാറിലെ 11 ദളിതർ ആക്രമിക്കപ്പെടുകയും അവരെ വെടിവെച്ച് കൊന്നതിൻ്റെ ശേഷം ചുട്ടിരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. സവർണ ഭൂ ഉടമകൾ ബീഹാറിൽ ഈ ക്രൂരകൃത്യം ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഇത് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഇന്ദിരാഗാന്ധി ഇതൊരു അവസരമായി എടുക്കുകയും ഇന്ദിരാഗാന്ധി ഗ്രാമം സന്ദർശിക്കുകയും ആ ഗ്രാമം സന്ദർശിക്കാൻ പോകുമ്പോൾ പലരും ഇന്ദിരാഗാന്ധിയെ വിലക്കി. ഒരു ചെറിയ കാര്യമല്ലേ, ഇന്ദിരാഗാന്ധിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കില്ല, ചളിയും ഇരുണ്ട വഴിയില്ലാത്ത സ്ഥലങ്ങളും ചളി നിറഞ്ഞ സ്ഥലങ്ങളും ഒക്കെയാണ്, ദുർഘടമായ പാതയാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരുപാട് ശ്രമം നടത്തി. പക്ഷെ ഇന്ദിരാഗാന്ധി പറഞ്ഞ് നടന്നു പോകാമല്ലോ. അങ്ങനെ ഇന്ദിരാഗാന്ധി ചളിയിൽ ഇന്ദിരാഗാന്ധിയുടെ കാറ് പൂണ്ടുപോവുകയും എന്നിട്ട് കിലോമീറ്ററുകളോളം ഇന്ദിരാഗാന്ധി നടന്നു പോവുകയും ആ ഗ്രാമത്തിലെത്തി ഗ്രാമീണരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവം ഇന്ദിരാഗാന്ധി സന്ദർശിച്ചതോടുകൂടി മാധ്യമങ്ങൾ അതിന് വലിയ കവറേജ് നൽകുന്നു. അങ്ങനെ ഗ്രാമവാസികളും തൊട്ടടുത്ത പ്രദേശത്തുള്ള എല്ലാ ഗ്രാമവാസികളും ഇന്ദിരാഗാന്ധിയെ പൊതിയുന്നു. ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ദിര വേണം എന്ന മുദ്രാവാക്യത്തിലൂടെ ഇന്ദിര ഒരു താരപരിവേഷത്തിലേക്ക് ഉയരുകയും ഇന്ദിരയെ ഒരു ദേവിയിലേക്ക് വാഴ്ത്തപ്പെടുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി ബീഹാറിൽ. അതാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ വൻതോതിലുള്ള ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ, കോൺഗ്രസിന് അനുകൂലമായ സീറ്റ് കരസ്ഥമാക്കി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നിൽ വരുന്ന അവസരങ്ങൾ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ കാലങ്ങൾ കൊണ്ടിട്ട് പരമ്പരാഗതമായി സമ്പാദിച്ച സമ്പത്തല്ല സുക്കർബർഗിന്റെ സമ്പത്ത്. അതേപോലെ ലോകത്തുള്ള ഇന്നുള്ള കോടീശ്വരന്മാരുടെ ഒന്നും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള സമ്പത്തല്ല. ഇതെല്ലാം തന്നെ കാലങ്ങൾ കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തല്ല, പരമ്പരാഗതമായി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ ഒരു ഘട്ടം വന്നപ്പോൾ ലോകത്തിനാവശ്യമായ ഒരു സാധനം കൊടുക്കുകയും അത് പെട്ടെന്ന് ജനങ്ങൾ അത് മനസ്സാവൽക്കരിക്കുകയും അത് വാങ്ങുകയും അതിലൂടെ സമ്പന്നരായി മാറുകയും ചെയ്യും. അത് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ മുതലെടുക്കാൻ സാധിക്കുകയാണ്. അവസരങ്ങളിൽ പ്രശ്നം കാണരുത്, പ്രശ്നങ്ങളിൽ അവസരം കാണണം എന്നുള്ളത് ഏറ്റവും വലിയ ഈ ആപ്തവാക്യം ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ്.